സഖാവ് അതന്നെ ചോദിച്ചോ, ഏത് സഖാവ് എന്താ പറഞ്ഞത്? അത് പിന്നെ അത് ഞങ്ങളെ ഈ മുസ്ലിം സമുദായത്തിനകത്തുള്ള ചെറിയ പ്രശ്നങ്ങളാണ്. പിന്നെ സുന്നി, വഹാബി, മുജാഹിദ്, ജമാഅത്ത്, അത് ഞാൻ വേറെ ഇത്ര പ്രധാനപ്പെട്ട ഒരു സാധനത്തിനകത്ത് പറയേണ്ട സഖാവും അല്ല, അദ്ദേഹം മറുപടി പറയേണ്ട ആളുമല്ല. ഞാൻ വലിയ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് അതിന് മറുപടി ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ അവിടുന്ന് അങ്ങോട്ടല്ല, വർഗീയതയാണ് ഇതിലെ പ്രധാനം. ഇതൊരു ചെറിയ ഇഷ്യൂ ആണ്. ഞാൻ സുന്നിയാണോ, ഞാൻ മുജാഹിദാണോ, ഞാൻ ജമാഅത്താണെന്നുള്ളത് ഞാനും പഠിച്ചവനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. പിന്നെ സുന്നി എന്ന പ്രസ്ഥാനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഒരുത്തൻ്റെ കയ്യിൽ നിന്നും വാങ്ങേണ്ട ഗതികേട് KM ഷാജിക്കില്ല. ഇവിടെ പലതരം സമൂഹം ഉണ്ട്, പലതരം വിശ്വാസികളുണ്ട്. അവരൊക്കെ ജീവിക്കുന്നതിനിടയിൽ ഞാൻ മുസ്ലിമാണോ എന്നുള്ള ആയതിൻ്റെ പേരിലുള്ള കുഴപ്പമുണ്ടാക്കുക അവിടെ വർഗീയവാദി എന്ന് പറഞ്ഞിട്ട്, അതിൻ്റെ ഇടയ്ക്ക് സുന്നി മുജാഹിദ് പറഞ്ഞിട്ട് ഇത്തരം വിഷയത്തിൽ ഒരു സംഘടനാ സമുദായത്തിനകത്തും സംഘടനക്കകത്തും മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ ഐഡന്റിറ്റി ഈ വിഷയത്തിൽ തെളിയിക്കേണ്ടത് അള്ളാഹുവിൻ്റെ മുമ്പിലാണ്. അതിലെനിക്ക് യാതൊരു ഭയമില്ല, ഞാൻ തെളിയിച്ചോളൂ. തൽക്കാലം പത്രക്കാരോട് ഈ വിഷയത്തിൽ മറുപടി പറയാൻ എനിക്ക് താല്പര്യമില്ല. സഖാക്കൾ അങ്ങനെ പലതരതും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതൊക്കെ ഗൗരവത്തിൽ എടുക്കേണ്ടതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു. ആണല്ലോ, ആണോ? നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇതുമായിട്ട് ഈ സാധനം അല്ലാത്ത വേറെ എന്തെങ്കിലും ചോദിക്കാം? സമുദായത്തിന് വേണ്ടി വാദിക്കുന്നത് വർഗീയതയാണെങ്കിൽ ഞാൻ വർഗീയവാദിയാണ്, നോ ഡൗട്ട്. ഗുരു വർഗീയവാദിയാണ്, അയ്യങ്കാളി വർഗീയവാദിയാണ്, പാർലമെന്റിൽ പ്രസംഗിച്ച രാഹുൽ ഗാന്ധി വർഗീയവാദിയാണ്, ആ കൂട്ടത്തിൽ ഞാൻ വർഗീയവാദിയാണ്. സമുദായത്തിന് വേണ്ടി UDF ഭരണം പിടിക്കേണ്ടത് മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രമാണ്. അപ്പൊ UDF ഭരണത്തിൽ വന്നാൽ മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രമായിരിക്കും എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലല്ല, അതിന്റെ മറുപടി നിങ്ങൾ തന്നെ പറയണം. കാരണം നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ആണത്, എന്റെ സ്റ്റേറ്റ്മെന്റ് അതല്ല. അതിന്റെ മറുപടി നിങ്ങളാ പറയേണ്ടത്. അല്ല, അങ്ങനെ അർത്ഥം ആർക്കൊക്കെ വെക്കാന്ന് അർത്ഥം വെച്ചിട്ട് കുഴപ്പമാക്കലാണല്ലോ ഇവിടുത്തെ കാര്യപ്പെട്ട പണി. ഞാൻ പറഞ്ഞത് എന്താണ് എന്നത് വിശദീകരിക്കേണ്ട റെസ്പോൺസിബിലിറ്റി മാത്രമേ എനിക്കുള്ളൂ. ഞാൻ പറഞ്ഞത് റെക്കോർഡഡ് ആണ്, അത് വളരെ ക്ലാരിറ്റി ഉള്ളതാണ്. കഴിഞ്ഞ 5 വർഷം എന്നല്ല 9 വർഷം കേരളത്തിൽ നഷ്ടപ്പെട്ട ഞാൻ നിങ്ങളോട് പത്രക്കാരോട് ഞാൻ പറയാം, ഞാനൊരു ഡിബേറ്റ് നടത്താം, നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ. ഞാനല്ല, ഞാൻ നേതൃത്വം കൊടുത്ത് ഞാൻ കേരളത്തിലെ എക്സ്പേർട്ടുകളെ ഇരുത്തിയിട്ട് നഷ്ടപ്പെട്ടു പോയ സംവരണത്തിലെ തിരികെ കയറ്റലുകൾ വഴി നഷ്ടപ്പെട്ടു പോയ സംവരണത്തിന്റെ കണക്ക് ഞാൻ പറയാം. നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ റെഡിയാണോ? സത്യസന്ധമായ കാര്യം കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഡോക്യുമെന്റലായിട്ട് ഞാൻ പറയാം. 1 അല്ല 10 അല്ല 100 അല്ല 1000 കണക്കിന് എത്രയോ വർഷമായിട്ട് കേരളത്തിലെ പൊതുരാഷ്ട്രീയ മണ്ഡലം സമരം ചെയ്ത് നേടിയെടുത്ത ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന് നിങ്ങൾ തെളിയിച്ചാൽ ഞാൻ നിങ്ങളോട് മാപ്പും പറയാൻ ഞാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം.